നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കുറച്ചു മുമ്പ് PSC ഡിസംബർ മാസത്തിൽ എക്സാം കലണ്ടർ പുറത്തുവിട്ടായിരുന്നു. അതായത് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. ഒന്ന് LGS ആണ്, ബാക്കിയുള്ള ജില്ലകളുടെ LGS. രണ്ടാമത്തേത് എല്ലാവരും കാത്തിരുന്ന 10th പ്രിലിംസിന്റെ എക്സാം, അതായത് സെക്രട്ടേറിയറ്റ് OA, ലബോറട്ടറി അസിസ്റ്റന്റ്, ദെൻ ടൈം കീപ്പർ, അങ്ങനെ വരുന്ന 10th പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പരീക്ഷകൾക്കും എത്ര പേരാണ് അപ്ലൈ ചെയ്തത്, കോമ്പറ്റീഷൻ എങ്ങനെയാണ്, എക്സാം ഡേറ്റ് എന്നാണ്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിനകത്ത് ഇത് ഇട്ടിട്ടുണ്ട്, കലണ്ടർ ഇട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് വരുന്നത് നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട എക്സാംസ് നോക്കാം, അതിനുശേഷം ബാക്കിയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വരുന്നത് LGS ആണ്. ഇപ്പോൾ LGS കാറ്റഗറി നമ്പർ 535/2023. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ, ദെൻ അത് കഴിഞ്ഞ് എറണാകുളം, പിന്നെ കോഴിക്കോട്. സോ ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് 3 ജില്ലകളുടെ LGSന്റെ പരീക്ഷ വരുന്നത് 7/12/2024 പരീക്ഷ വരുന്നത്. അതായത് ഫസ്റ്റ് ശനിയാഴ്ചയായിരിക്കും 7/12/2024. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് സമയം വന്നിട്ട് 1.5 മണിക്കൂറാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ആലപ്പുഴ ജില്ലയിൽ വന്നിട്ട് 35,135 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ 34,646 പേര് എറണാകുളം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് കോഴിക്കോട് ജില്ല നോക്കുകയാണെങ്കിൽ 47,393 പേരാണ് കോഴിക്കോട് ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ 3 ജില്ലകളുടെയും എക്സാം ഡേറ്റ് എന്നാണ്? ഈ 3 ജില്ലകളുടെ എക്സാം ഡേറ്റ് 7/12/2024 എക്സാം ഡേറ്റ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് കൺഫർമേഷൻ കൊടുക്കേണ്ട അത് കഴിഞ്ഞായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയെല്ലാം കിടപ്പുണ്ട്. അതായത് 19/10/2024 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരും. ഞാൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത പ്രധാനപ്പെട്ട എക്സാം എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ അടുത്ത 10th പ്രിലിംസ് ആണ്. സോ 10th പ്രിലിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കിടപ്പുണ്ട് കാറ്റഗറി നമ്പർ 134/2023 സ്റ്റോർ കീപ്പർ. സോ ഫസ്റ്റ് സ്റ്റോർ കീപ്പർ ഒരു സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് 28/12/2024. അതായത് 10th പ്രിലിംസിന്റെ എല്ലാത്തിൻ്റെയും എക്സാം ഡേറ്റ് വന്നിട്ട് 28/12/2024 എക്സാം ഡേറ്റ് വരുന്നത്. അതായത് ഡിസംബർ മാസം 28-ാം തീയതിയാണ് 10th പ്രിലിംസിന്റെ എക്സാം വരുന്നത്. അപ്പോൾ അവിടെ നോക്കുക, ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് എക്സാമിന്റെ സമയം വന്നിട്ട് എത്ര മണിക്കൂറാണ്? 1.25 മണിക്കൂറാണ്. അതായത് ഇപ്പോൾ ഉള്ള LGS ഇതിൻ്റെയൊക്കെ സമയം 1.5 മണിക്കൂറായിട്ട് PSC കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 10th പ്രിലിംസിന്റെ സമയം എത്ര മണിക്കൂറാണ്? 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. ഫസ്റ്റ് നോക്കുക, സ്റ്റോർ കീപ്പർ കാറ്റഗറി നമ്പർ 134/2023 കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. ആകെ 4,46,115 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ ചെയ്തേക്കുന്ന ആൾക്കാർ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും ബാക്കിയെല്ലാം കാണാം. എത്ര പേര്? 4 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 4,46,115. നെക്സ്റ്റ് വൺ കാറ്റഗറി നമ്പർ 259/2023 സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സ്റ്റോർ കീപ്പർ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അത് 4,32,359 പേര് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് പുതിയ സിലബസ്. അതായത് സിലബസിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പുതിയ സിലബസ് നോക്കുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ സിലബസ്. അതിൻ്റെ സൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ്. അസിസ്റ്റന്റ് ടൈം കീപ്പർ കാറ്റഗറി നമ്പർ 446/2023. then അത് കഴിഞ്ഞ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അതൊരു ജില്ലാതല എക്സാം ആണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ 1,25,728 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ല നോക്കി, തിരുവനന്തപുരം കഴിഞ്ഞാൽ അടുത്ത എറണാകുളം ജില്ലയാണ്. അതായത് നമ്മുടെ 10th പ്രിലിംസ് വന്നിട്ട് ഒരേ ദിവസമല്ല എക്സാം നടക്കുന്നത്. then അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇപ്പോൾ ഡിസംബർ 28 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? തന്നിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് ടൈം കീപ്പർ എറണാകുളം ജില്ല ഡേറ്റ് വന്നിട്ട് 28/12/2024 98,219 പേര് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് വൺ അടുത്ത പാലക്കാട് ജില്ല നോക്കുകയാണെങ്കിൽ 73,811 പേര് അപ്ലൈ ചെയ്തായിരുന്നു. നെക്സ്റ്റ് വൺ അടുത്ത കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ 73,690 പേര് അപ്ലൈ ചെയ്തു.
ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത വളരെ പ്രധാനപ്പെട്ട എക്സാം കാറ്റഗറി നമ്പർ 447/2023 ലബോറട്ടറി അസിസ്റ്റന്റ്. സോ ലബോറട്ടറി അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ 86,572 പേരാണ് അപ്ലൈ ചെയ്തത്. എക്സാം ഡേറ്റ് വന്നിട്ട് 28 ഡിസംബറിൽ തന്നെയാണ് എക്സാം ഡേറ്റ്. ദെൻ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ 49,725 പേര് അപ്ലൈ ചെയ്തു. പത്തനംതിട്ട 15,484 പേര് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് വൺ അടുത്ത് ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 31,981 പേര് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് വൺ കോട്ടയം നോക്കുകയാണെങ്കിൽ 21,285 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഇടുക്കി നോക്കുകയാണെങ്കിൽ 16,133 പേര് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് അടുത്ത് എറണാകുളം നോക്കുകയാണെങ്കിൽ 51,461 പേരാണ് അപ്ലൈ ചെയ്തത്. തൃശ്ശൂർ ആണെങ്കിലോ 34,236 പേര് അപ്ലൈ ചെയ്തു. പാലക്കാട് 46,916 പേരാണ് ലാബ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് വൺ അടുത്ത് മലപ്പുറം ആണെങ്കിൽ 45,556. ദെൻ കോഴിക്കോടാണെങ്കിൽ 46,633. വയനാട് 15,686. നെക്സ്റ്റ് വൺ അടുത്ത കണ്ണൂർ ലാബ് അസിസ്റ്റന്റ് കണ്ണൂർ 32,363 പേരാണ് അപ്ലൈ ചെയ്തത്. ദെൻ കാസർഗോഡ് നോക്കുകയാണെങ്കിൽ 19,106 പേരാണ് കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്തത്. 14 ജില്ല ആയി എന്നാണ് എൻ്റെ വിശ്വാസം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഓക്കെ 14 ജില്ല ലാബ് അസിസ്റ്റന്റ് 14 ജില്ലയിലും പ്രിലിംസ് എന്ന് തന്നെയാണ്. ഡിസംബർ 28 തന്നെയാണ് പ്രിലിംസ് വരുന്നത്. ഓക്കെ ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത പ്രധാനപ്പെട്ട എക്സാം സെക്രട്ടേറിയറ്റ് OA ആണ്. യെസ് ദാ കിടപ്പുണ്ട്. കാറ്റഗറി നമ്പർ 587/2023 ഓഫീസ് അറ്റൻഡന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ ഇവിടെയൊക്കെ പോസ്റ്റിംഗ് വരുന്ന സെക്രട്ടേറിയറ്റ് OA. അപ്പോൾ അവിടെ പ്രിലിംസിന്റെ എക്സാം അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് എന്ന് തന്നെയാണ് 28 തന്നെയാണ് പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് വരുന്നത്. ആകെ 8,39,724 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 8,39,724 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ സിലബസ് സെയിം സിലബസ് തന്നെയാണ്. സിലബസിന് മാറ്റമൊന്നുമില്ല. കാര്യം എല്ലാം ചേർത്ത് ഒറ്റ എക്സാം വരുന്ന പ്രിലിംസിന്റെ എക്സാം. ഓക്കെ നെക്സ്റ്റ് പിയൂൺ റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതും 10th പ്രിലിംസിന്റെ കൂടെയാണ് വരുന്നത്. ഡിസംബർ 28 എക്സാം വരുന്നത്. ആകെ എത്ര പേര് അപ്ലൈ ചെയ്തു? 5,08,510 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ അടുത്ത കാറ്റഗറി നമ്പർ 697/2023 പിയൂൺ റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. 64 പേര് അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്താണ് ഡിസംബർ 28 10th പ്രിലിംസ് വരുന്നത്. അവസാനമായിട്ട് നെക്സ്റ്റ് വൺ ഡേറ്റ അസിസ്റ്റന്റ് ഡേറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റർ ഓക്കെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് അല്ല. ആകെ 15,844 പേര് അപ്ലൈ ചെയ്തു. എക്സാം ഡേറ്റ് വന്നിട്ട് 30-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വരുന്നത്. അസിസ്റ്റന്റ് ഡേറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. പിന്നെ അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ എക്സാം 31-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഓക്കെ അപ്പോൾ പ്രധാന എക്സാംസ് എന്ന് പറയാനായിട്ട് 10th പ്രിലിംസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ജില്ലകളുടെ LGS ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡിസംബർ മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാംസ്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യത്തെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് വരുന്ന സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് സയൻസിൽ നല്ല പോസ്റ്റാണത്. അപ്പോൾ അവിടെ വന്നിട്ട് അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള പോലീസ് സർവീസ്. എക്സാം ഡേറ്റ് വന്നിട്ട് 2/12/2024 എക്സാം ഡേറ്റ്. 12,479 പേരാണ് എന്ത് ചെയ്തത് അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് വൺ അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു പോസ്റ്റ് ആയിട്ട് ട്രഷറി അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അത് എറണാകുളം കണ്ണൂരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി വേറെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഒന്നുമില്ല. 2 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് 10th പ്രിലിംസ്, രണ്ടാമത്തേത് LGS. ഓക്കെ അപ്പോൾ 10th പ്രിലിംസ് ഡിസംബർ 28 നടക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ നല്ല സമയമുണ്ട്. നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് രണ്ടും നല്ല പോസ്റ്റാണ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമുക്കിനി മറ്റൊരു സെഷനിൽ കാണാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതേപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇൻഫർമേഷനും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. പിന്നെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അതിനകത്ത് ഞാനിത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും മികച്ച നോട്ട്സ് അതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിരിക്കും. സോ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു all.